അവനവന്റെ മുട്ട അവനവൻ നോക്കണം. അതാ കോഴി പ്രമാണം. എന്നാലും നിനക്കൊന്ന് ശ്രദ്ധിക്കാൻ പാടില്ലായിരുന്നോ പെങ്ങളെ? ഓഹോ, അപ്പൊ എനിക്കുള്ള പുഴുത്തലടി നിന്റെ അച്ഛൻ കൊണ്ടുവന്ന് തരുവോ? ഒരു ഉപദേശം വന്നേക്കണം. അപ്പൊ നീയാണ് ഇതിന്റെയൊക്കെ സൂക്ഷിപ്പുകാരനല്ലേ നീ പറഞ്ഞത്? നിന്റെ ചുമതലയാണ് ഈ മുട്ടയൊക്കെ സൂക്ഷിക്കേണ്ടത്. എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. സത്യം പറയടാ, നീയല്ലേ മുട്ട എടുത്തത്? ദേ പെമ്പറന്നവരെ, ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. ഞാൻ ആ ടൈപ്പല്ല. എന്നാ നിന്റെ കെട്ടിയോളായിരിക്കും. അവള് പണ്ടേ ആ ടൈപ്പല്ലല്ലോ. ജയ പെണ്ണെ, ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാലല്ല. എന്റെ തറവാട്ട് വീട്ട് അറിയാല, കോടിച്ച് തറവാട്ടിലേ ഞാൻ. എന്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ പുറത്തെടുക്കും. നീ ഒന്ന് 7 ജന്മം കുടിച്ച പോകാത്ത തെറി പറയും ഞാൻ. നീ ആ ചന്ദരൊന്ന് അന്വേഷിച്ചാൽ മതി കൊടിച്ചി ഭാർഗവി ആരാണെന്ന്. അപ്പൊ അവര് പറഞ്ഞു തരും മുട്ട കട്ടത് ഞാനാണെന്ന്. ഇവിടെ നിന്ന് ചാടി ഒരു കഴി തന്നാലല്ല അവിടെ കുത്തി കിടക്കുന്ന നീ അവിടെ. ഭാർഗവി എന്നാ നിന്റെ ശരിക്കുള്ള പേര്? ആ ഭാർഗവി, എന്റെ പേരാ ഭാർഗവി എന്ന്. പിന്നെ ഇച്ചിരി സ്റ്റൈലിന് വേണ്ടി ഞാൻ ഭാർഗിന്നാക്കിയതാ. ഇങ്ങോട്ട് നല്ലതാണെങ്കിൽ ഞാൻ ഭാർഗിയ. എന്റെ അടുത്ത് എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ ഭാർഗവി ആകും. അല്ല കൊടിച്ചി ഭാർഗവി ആകും ഞാൻ. ആ പിന്നെ കോഴിപ്പെണ്ണെ, നീ ഞെട്ടരുത്. ഞാൻ അതിൽ സത്യം പറയാം. എന്റെ ചേട്ടൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. ഈ വീട്ടിൽ ആ ചെറുക്കൻ ജിമ്മി പോയി ചേർന്നെന്ന് കേട്ട്. ഇനി വരുമ്പോ ദിവസവും 4-5 മുട്ട പുഴുങ്ങി തന്നുവെന്ന് അവിടെ അമ്മ എടുത്ത് പറയണമെന്നും കേട്ട്. എന്നിട്ടാ തള്ള സമ്മതിച്ച? ആ അത് പറഞ്ഞപ്പോ തന്നെ അവന്റെ അമ്മ അവനെ ആട്ടിവിട്ട്. പക്ഷെ എനിക്ക് അവനിൽ സംശയമുണ്ട്. അവൻ നിങ്ങൾ കാണാതെ മുട്ട എടുത്തിട്ടുണ്ടാവും, തിന്നിട്ടും ഉണ്ടാവും. എല്ലാവരും ഒന്നും മിണ്ടായിരുന്നേ. ഞാനൊന്ന് മണം പിടിക്കട്ടെ. മുട്ട എവിടെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മിണ്ടാരി. നിനക്ക് കിട്ടുന്നുണ്ടോടി? കിട്ടുന്നുണ്ട്. ആ എന്നാ അങ്ങോട്ട് നടന്നോ. ഓക്കേ. ആ ഒരു ചെറിയ മണം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്ന് നടന്ന് പരിശോധിച്ചിട്ട് വരാം. നിങ്ങളോട് വെയിറ്റ് ചെയ്യ്. അവനാ മുട്ട വെച്ച് ഓംലെറ്റ് അടിച്ച് തന്നായല്ലേ. പുഴുങ്ങിയിരുന്ന് എനിക്ക് മണം കിട്ടത്തില്ലായിരുന്നു. എനിക്ക് മുട്ട പുഴുങ്ങിയാലും മണം കിട്ടും. വെറുതെ അല്ല, നമ്മള് പണ്ടേ കെട്ടണ്ടായിരുന്നല്ലേ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ശരിയാ വേഗം നടക്ക്. അല്ല, ആ നായ്ക്കൂട്ടം നമ്മ സൈഡാ